ലജ്ജ എന്നുള്ളത് സ്ത്രീകളുടെ ഉടയാടയാണ്, സ്ത്രീകളുടെ വസ്ത്രമാണ് ലജ്ജ എന്ന് പറയുന്നത്. ഒരു 10-20 വർഷം മുമ്പൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് അണിയറയിലേക്ക് നാണം കാരണം അണിയറയിലേക്ക് പോകാത്ത പുതുനാരികളുള്ള കാലമുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം ഭർത്താവിനോട് 3 മാസം കഴിഞ്ഞിട്ടൊക്കെ മിണ്ടാൻ നാണമുള്ള മടിയുള്ള ഭാര്യമാരുള്ള നാടായിരുന്നു നമ്മുടെ നാട്. എന്നാൽ ഇന്ന് കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ സ്റ്റേജിൽ കയറിയിട്ട് സ്വന്തം പിതാവിന്റെ മുമ്പിലിട്ട് ഇങ്ങനെ തിരിക്കാണ് ഭാര്യമാര്, അല്ലെ? പുതിയാപ്പിളയും പുതിയണ്ണും ഇങ്ങനെ സ്റ്റേജിൽ ഇരുന്നിട്ട് തിരിക്കുന്നത് തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ തൊട്ടപ്പുറത്ത് ഉപ്പ ഉണ്ടാകുമ്പോ ഒരു ലജ്ജ വേണ്ടേ? റൂമിലിട്ട് തിരിച്ചോളി, കുഴപ്പമില്ല. തെറ്റെന്ന് ഞാൻ പറയില്ല കേട്ടോ, തെറ്റല്ല. നിങ്ങളെ ഭാര്യ തിരിക്കേ, നിങ്ങള് പിന്നെ ഇരുത്ത് എന്താണ് ചെയ്തു, നിങ്ങളെ ഭാര്യയാണ്. തൊട്ടപ്പുറത്ത് ഉപ്പ ഇരിക്കുമ്പോ ഉമ്മ ഇരിക്കുമ്പോ നമ്മുടെ ഭാര്യനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കാൻ ഒരു നാണുണ്ടാവില്ലേ? നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? നിങ്ങളെന്താ മുണ്ടാത്ത ഉണ്ടോ? അത് സ്റ്റേജിൽ വെച്ച് പച്ചയായിട്ട് കാണിക്കാൻ. സ്റ്റേജിൽ പച്ചയായി ഭാര്യയെ ചുംബിക്കുകയാണ്. എന്തിന്? ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഭാര്യയെ നെറ്റിയിലേക്ക് ചുംബിക്കുന്ന, ചുണ്ടിലേക്ക് ചുംബിക്കുന്നവർ, കവിളിലേക്ക് ചുംബിക്കുന്നവർ, റീലുകളിലൊക്കെ കാണുന്നത് പോലെ വേദിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് മുട്ടും കുത്തി റോസാപ്പൂ കൊടുക്കുന്നവർ, ഗർഭിണിയായാൽ വയറ് കാണിച്ച് വളർന്ന പള്ള കാണിച്ചിട്ട് വയറ് കാണിച്ചിട്ട് ഹൃദയത്തിന്റെ ചിഹ്നം വെച്ച് ലവിന്റെ ചിഹ്നം വെച്ച് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടുന്നവർ ലജ്ജ ഉയർന്നു പോയിട്ടുണ്ടോ? ഇല്ലേ? പറ. ഞാൻ പറയുമ്പോ ചിലപ്പോ ആളുകൾക്ക് ദഹിച്ചു എന്ന് വരൂല, പുതിയ തലമുറയ്ക്ക് ദഹിച്ചു എന്ന് വരൂല. വിവാദമുണ്ടാക്കാൻ ഇതൊക്കെ മതി. കാരണം പലതും പറയാൻ പാടില്ലാത്ത കാലമാണിത്. എന്നാലും പറയാതിരിക്കാൻ വയ്യ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭാര്യ തന്നെയാണ് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പൊതുജനങ്ങളെല്ലാം നോക്കി നിൽക്കെ ഭാര്യയും ഭർത്താവും സ്റ്റേജിൽ നിന്നിട്ട് നൃത്തം ചെയ്യാൻ, ഡാൻസ് കളിക്കുക. സ്റ്റേജിൽ കയറി ആണും പെണ്ണും ഡാൻസ് ചെയ്യാത്ത കല്യാണങ്ങൾ ഇന്ന് നടക്കാറുണ്ടോ? എന്തിനാണിത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് കിട്ടാനുള്ള ഭ്രമമാണ്. വീഡിയോ എടുക്കുന്നത് എന്തിനായി? ഡാൻസ് കളിക്കുന്നത് എന്തിനായി? ചിരിക്കുന്നത് സ്റ്റേജിൽ വെച്ച് തിരിക്കുന്നത് എന്തിനാ? റൂമിൽ വെച്ച് തിരിച്ചാൽ പോരെ? എന്തിനാ? അതൊരാൾ വീഡിയോ എടുക്കണം, ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇടണം, എന്നിട്ട് കുറെ ആളിങ്ങനെ ലവ് ചിഹ്നം കൊടുക്കണം, സാബാഷ്, മാഷാ അല്ലാഹ്, അവസം, വണ്ടർഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടണം. അങ്ങനെ 4 ആളുകൾ കാണണം. സ്വന്തം ഭാര്യയെ സമൂഹത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. ലജ്ജ എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, അൽ ഹയാഉ മിനൽ ഈമാൻ, ഈമാനിൽ പെട്ടതാണ് ലജ്ജ എന്ന് പറയുന്നത്. വൈറലാവാൻ വെമ്പി നിൽക്കുന്നവർക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് ലജ്ജയാണ്.